ഇന്റർവ്യൂ തകർക്കുവായിരുന്നല്ലോ ഇവിടെ നിന്ന്. JP ആയിട്ടാണ് ചെയ്യുന്നത്. ഗോവിന്ദ് പത്മസൂര്യ. അതിലൊരു അഭിമാനമുണ്ട്. കാരണം വർഷം നീലത്താനം കേട്ടുണ്ടോ? അനുരാഗവിലോചനായി അതിനേറെ മോഹനായി പരമേലെ നിൽക്കും തിളക്കം. ഒരു ട്രോൾ വന്നിട്ടുണ്ടല്ലോ മറ്റേ ഓട്ടോറിക്ഷക്കാരന്റെ കൂടെ ഇരിക്കുന്നൊക്കെ ആയിട്ട്. നമ്മള് മറ്റേ അമൃതയിൽ ചെയ്തതാണ്. നല്ല രീതിയിൽ സ്കിറ്റ് ഡാൻസ് ചെയ്തതാണ്. വേറെ പാട്ടൊക്കെ പാടി ഒരു ഡയലോഗ്സ് ഒക്കെ ചെയ്തതാണ്. അത് 2023, 2024 ചെയ്തു. അതിപ്പോ ഭയങ്കര ട്രോളായിട്ട് വന്നിട്ടുണ്ട്. അതും ട്രോളാണ്. ഇപ്പൊ റീസെന്റ് ട്രോളായിട്ട് വരുന്നത് നമ്മുടെ JP അറിയോ? ഗോവിന്ദ് പത്മസൂര്യ. നമ്മുടെ ഇപ്പൊ നമ്മുടെ സാന്ത്വനത്തിലെ അനുപമ പേരെന്താണ് അറിയാം, മനസ്സിലായി. ഭാര്യയുടെ പേരെന്താണ്? സാന്ത്വനത്തിലെ നമ്മുടെ എന്താ പറയാ, സാന്ത്വനത്തിലെ നായികനെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ അതും നല്ല രീതിയിൽ വൈറലാണ്. അപ്പൊ നമ്മളൊരു വർക്കും ഭയങ്കര രീതിയിൽ വൈറലാണ്. ബസ്സിംഗ് എന്ന ഷോ അത് ഭയങ്കര ഹിറ്റാണ്. കാരണം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് തമാശക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അത് ജനകോടി ലക്ഷങ്ങൾ ഏറ്റെടുത്തു. നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട്. അതിനോടൊന്നും നമ്മൾ ഒന്നും പണ്ടും പറഞ്ഞാൽ ഇപ്പോഴും മോശമായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ കമന്റ്സ് അത്ര നമ്മളെ ഹെയ്റ്റ് ചെയ്യുന്നത് കൂടിക്കൊണ്ടിരിക്കുന്നതിൽ നമുക്ക് ഭയങ്കര ഒരു വിഷമമുണ്ട്. കാരണം നമ്മള് ഒരു കലാകാരനാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ ഒരു ഓട്ടോറിക്ഷക്കാരന്റെ റോള് ആ ഒരു എന്താ പറയാ, ഒരു എന്താ എല്ലാരും ഓട്ടോറിക്ഷക്കാരനായിട്ട് ഇരുത്തൂലല്ലോ. അവരെല്ലാരും ഓട്ടോക്കാരായിരുന്നു. ഓട്ടോറിക്ഷക്കാരല്ല, ചിലര് മാത്രം ഓട്ടോറിക്ഷക്കാരായിരുന്നു. 5-6 പേര് ഓട്ടോറിക്ഷക്കാരും ബാക്കിയുള്ളവരും മറ്റേ പൈസക്ക് വേണ്ടി വന്നതാണ്. എന്നാലും അങ്ങനെയല്ല, TV ഷോകളിലൊക്കെ അങ്ങനെ ആയിരിക്കില്ല പൊതുവേ. അല്ലാണ്ട് ഇപ്പോ ഒറിജിനൽ ഡോക്ടറിനെ എപ്പോഴും കിട്ടൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഷോ നമ്മൾ വന്നപ്പോൾ കൊണ്ടാണ് അത് കയറി കൊടുത്തിയത്. കാരണം ഞാൻ എൻ്റെ പേരും കാര്യങ്ങളും മറ്റേ ഷോ വീഡിയോ എല്ലാം ഇട്ടപ്പോൾ അത് കയറി കത്തിയത്. കത്തോന്നോർത്തല്ല ഇട്ടത്. കാരണം ഈ കത്തണ ടൈം 2022 അത് കത്തിയില്ല. 2022 ഷോ ടെലികാസ്റ്റ് ചെയ്തത് കേരളത്തിൽ. അന്ന് കത്താത്ത സ്ഥാനം ഇന്ന് കത്തിയെങ്കിൽ അലിൻ ജോസ് പെരേരയുടെ മാർക്കറ്റ് വാല്യൂ എത്രയോളം ആൾക്കാർക്ക് മനസ്സിലാക്കണം. മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയുടെ പവർ ഇൻഫ്ലുവൻസ് ചെയ്യണം. കാരണം ഇതിനെ നന്ദി പറയേണ്ട ഓരോരോ മീഡിയക്കാരോടാണ്. കാരണം 2023 ക്രിസ്റ്റഫറും തുറമുഖവും റിവ്യൂ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നമ്മൾ ഇതിലൊന്നും എത്തൂലായിരുന്നു. പിന്നെ ഒരുപാട് സിനിമ താരങ്ങൾ നമ്മൾക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്, ഇല്ലെന്നല്ല. കാരണം ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ വലിയ കലാകാരൻ ഇപ്പോഴും കളിയാക്കാറുണ്ട്. പക്ഷേ എനിക്ക് സപ്പോർട്ടായിട്ട് വന്നു. കാരണം എനിക്കൊരു സിനിമയിൽ ഒരു അവസരം തന്നില്ലെങ്കിൽ കൂടി പുള്ളിയുടെ അടി എന്ന പടത്തിന്റെ റിവ്യൂവിൽ പുള്ളി ഒരുമിച്ച് നിന്ന് റിവ്യൂ പറഞ്ഞു. പിന്നെ വിനയ് ഫോട്ടോ ആയിട്ട് നമ്മൾ നമ്മുടെ സോമന്റെ കൃതാവുന്ന സിനിമയിൽ റിവ്യൂ പറഞ്ഞു. അതൊക്കെ ഭയങ്കര ലക്ഷ്യങ്ങൾ പേരെ ഏറ്റെടുത്തു. പിന്നെ നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ എല്ലാവർക്കും അറിയാലോ. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നമ്മുടെ ഒരു റിവ്യൂ കള്ളനും ഭഗവതി എന്ന റിവ്യൂ ഒരു പാട്ട് പാടിയായിരുന്നു. ഉണ്ണിയേശു മണ്ണിൽ നിന്ന് വന്ന ശാന്തരാത്രി, നന്മ മണ്ണിൽ അവതരിച്ച പുണ്യരാത്രി, ഒത്തു ചേർന്ന് പാടിക്കണം ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ അങ്ങനത്തെ ഒരു പാട്ട് പാടിയൊരു സംഭവം പിന്നെ ഒരു മീശമാധവന് ശേഷം കള്ളൻ മാതാസനായിട്ട് വിഷ്ണുണികൃഷ്ണൻ ആറാടുക എന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ജനകോടി ലക്ഷണം ഏറ്റെടുത്തു. അതൊക്കെ ഒരു നമ്മളൊരു കലാകാരനാകാൻ ശ്രമിക്കുന്ന വ്യക്തി ഇതിലും ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിലും വില കൊടുക്കുന്ന സംഭവമാണ്. കാരണം അതുകൊണ്ടൊക്കെയാണ് ഇപ്പോ ബാഡ് ബോയ്സ് ചിത്രം കണ്ടിരുന്നു. അതിലെ എന്റെ സീക്വൻസ് കണ്ടായിരുന്നു, അടിപൊളിയായിട്ട്. അപ്പൊ അതിലേക്കൊക്കെ എത്തിയത് ഈ എല്ലാവരുടെയും ഒരു കാരണമാണ്. സന്തോഷ് വർക്കിയാണെങ്കിലും ആറട്ടണ്ണാണെങ്കിലും ഒരു മാലാപ്പാറ ചേച്ചിയാണെങ്കിലും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മള് ആ ഒരു ബാഡ് ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ ഷീലു അബ്രഹാം മാം ഒമ്പറിക്ക നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് എനിക്ക് റോള് തന്നു, നല്ല രീതിയിൽ അവസരം തന്നു. അതിനെ റോസ്റ്റ് ചെയ്യാന്നൊക്കെ ആൾക്കാർ പറഞ്ഞു. റോസ്റ്റിംഗ് അല്ല, ഒറിജിനലായിട്ട് ഒരാൾ ചെയ്യുമ്പോൾ റോസ്റ്റിംഗ് ആവൂലല്ലോ. നമ്മളെ ഒരാള് എന്റെ കഥാപാത്രം വേറൊരാള് കളിയാക്കുമ്പോ അല്ലേ റോസ്റ്റ് ആവുന്നത്. നമ്മൾ സ്വന്തം കഥാപാത്രം സ്വന്തമായി അവതരിപ്പിക്കുമ്പോൾ ഒരിക്കലും കളിയാക്കൽ വരില്ലല്ലോ. പിന്നെ ഈ അടുത്ത് ഒരു നല്ലൊരു കാര്യം വന്നത് നമ്മുടെ ഒരു CA ഗബ്രിയൽ എന്ന വർക്ക് എന്റെ ഒരു പോസ്റ്റർ ഇറങ്ങിയിരുന്നല്ലോ, മറ്റേ SI ശങ്കർദാസ് എന്ന പോസ്റ്റർ. മനസ്സിലായോ? ശങ്കർദാസ് എന്ന പോസ്റ്റർ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു വലിയൊരു കലാകാരൻ, മലയാള സിനിമയിലെ എണ്ണം പറഞ്ഞ നടന്മാരുടെ ഡയറക്ട് ചെയ്തൊരു വ്യക്തി, സിനിമയിൽ നായകനായിട്ടുള്ള വ്യക്തി ആരാന്നറിയോ? അറിയോ? ഇല്ലില്ല. ബിബിൻ ജോർജ്. ബിബിൻ ചേട്ടൻ നമ്മുടെ ഒരു പോസ്റ്ററിന് താഴെ CA ഗബ്രിയൽ എന്ന പോസ്റ്ററിന് താഴെ CA ഗബ്രിയലിന്റെ പോസ്റ്റർ CA ഗബ്രിയൽ എന്ന ടൈറ്റിൽ വെച്ചില്ല, SI ശങ്കർദാസ് എന്നൊരു ടൈറ്റിൽ കാർഡ് വന്നത്. അപ്പൊ ആ ടൈറ്റിൽ കാർഡിന്റെ ഒരു PR വർക്ക് വന്നപ്പോൾ തന്നെ ബിബിൻ ജോർജ് ചേട്ടൻ കമന്റ് അടിച്ചു, ഓൾ ദി ബെസ്റ്റ്. അത് നമുക്കിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ മെഗാസ്റ്റാർ മമ്മൂക്ക ലാലേട്ടനും കമന്റ് ഇടുന്നത് തുല്യമാണ് എനിക്ക് കാണുമ്പോൾ. കാരണം എനിക്ക് മലയാള ഇൻഡസ്ട്രിയിൽ എനിക്ക് പരിചയമുള്ളൊരു 4 നടന്മാരുടെ പേരെടുത്ത് പറഞ്ഞില്ല. ഇപ്പൊ ഷാഹിൻ സിദ്ദിഖേട്ടനുണ്ട്, പിന്നെ നമ്മുടെ വിനയ് ഫോർട്ടിനേറ്ററുണ്ട്, പിന്നെ നമ്മുടെ അമിത് ചക്കാലക്കലുണ്ട്, പിന്നെ നമ്മുടെ വിപിൻ ചേട്ടനുണ്ട്.
അപ്പൊ ഇവിടെ എല്ലാം കാരണം കൊണ്ടാണ് നമ്മൾ സപ്പോർട്ടായിട്ട് പോകുന്നത്. കാരണം ഒന്നും അല്ലാത്തൊരു സമയത്ത് ഇവരാരും നമ്മൾ കമന്റ് അടിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസും മീഡിയയുടെ സപ്പോർട്ട് കാരണം ബിബിനേട്ടൻ വരെ കമന്റ് അടിക്കാൻ ധൈര്യം കാണിച്ചു. കാരണം ബിബിനേട്ടന്റെ ഒരു പടത്തിൽ ഞാൻ അഭിനയിച്ചു. കാരണം കൂടുതലൊന്നും പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റി. കാരണം കൂടുതൽ നല്ലൊരു വർക്കായിട്ട് മാറും. കാരണം നല്ലൊരു ഡയറക്ഷൻ സൈഡാണ്. കാരണം നമ്മുടെ അനു സിത്താരയുടെ ചേച്ചിയുടെ അനിയത്തിയാണ് കൂടുതൽ നല്ല സിനിമയിൽ അഭിനയിക്കുന്നത്. അപ്പോ നമ്മള് അന്നൊരു കൈ വരെ അപകടം ഉണ്ടായി. കാരണം എനിക്കൊരു സ്കൂട്ടർ ആക്സിഡന്റ് ഉണ്ടായി. സ്കൂട്ടർ അപകടം ഉണ്ടായിട്ട് പോലും നമ്മള് കറക്റ്റായിട്ട് പോയിട്ട് വർക്ക് ചെയ്തപ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇത്രയും ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് പോലും പോയി വർക്ക് ചെയ്തെങ്കിൽ അതിൻ്റെ ആയിട്ടൊരു മേന്മയുണ്ടല്ലോ. കാരണം ഷാനു എന്ന് പറഞ്ഞ ഡയറക്ടറാണ് അത് ഡയറക്ഷൻ ചെയ്യുന്നത്. താങ്കൾ സിനിമ എന്നൊരു ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് പോകുന്ന ആളല്ലേ, അതുകൊണ്ടാണ് സിനിമയാണ് ഫോക്കസ് ചെയ്യുന്നത്. കാരണം ഒരുപാട് ആൾക്കാരുടെ പ്രയത്നം കൊണ്ടാണ് സിനിമയിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. കാരണം ഷാനു കാക്കൂർ എന്ന് പറഞ്ഞ ഡയറക്ടർ നമ്മളെ വിളിച്ച ഒരു പടത്തില് പൂജക്കാണ് വിളിച്ചത് ഷാനു സാറ്. പിന്നെ എന്റെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്, ബിപിൻ ജോർജ് ഏട്ടനുണ്ട് അതിനകത്ത്. പിന്നെ ഇവര് 3 പേരുമാണ് നമ്മളെ വിളിച്ചത്. ഉണ്ടോ ക്യാമറമാൻ, ഡയറക്ടർ, റൈറ്റർ ഒക്കെ ഉണ്ട്. അപ്പോ ഇവരുടെയൊക്കെ ഒരു കാര്യം കൊണ്ട് തന്നെയാണ്. കാരണം പൊതുമുഖ സംവിധായകന്മാർക്കും ഡയറക്ടർമാർക്കും നമ്മളെ കാണുമ്പോൾ സപ്പോർട്ട് ഉണ്ട്. കാരണം നമ്മളെ എനിക്ക് തോന്നുന്നത് വലിയ വലിയ പേയ്മെന്റ് തന്നിട്ടല്ല ചെയ്യിപ്പിക്കുന്നത്. എന്നെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. കാരണം നമ്മള് ഒരു പേയ്മെന്റ് പറയാന്ന് പറഞ്ഞാൽ നമ്മളൊരു വർക്ക് ചെയ്തിട്ട് ഒരു തെളിഞ്ഞിട്ട് വേണ്ട പേയ്മെന്റ് മേടിക്കണല്ലോ. അപ്പൊ ബാഡ് ബോയ്സിൽ കിട്ടി 5,000 കിട്ടി. ഇപ്പൊ സി കേരളത്തിന്റെ ഒരു വീഡിയോ വൈറലായിരുന്നു. ഞാൻ ഓട്ടോറിക്ഷക്കാരനായിട്ടുള്ള ബസ്സിംഗ് ഞാൻ കണ്ടു ഇന്റർവ്യൂ തകർപ്പായിരുന്നല്ലോ ഇവിടെ നിന്ന്. JP ആയിട്ടാണ് ചെയ്യുന്നത്, ഗോവിന്ദ് പത്മസൂരി. അതിലൊരു അഭിമാനമുണ്ട്. കാരണം വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ ചെയ്തൊരു വീഡിയോ ഇപ്പൊ വൈറലായി. അപ്പൊ ആ വീഡിയോ വീണ്ടും വൈറലാവാൻ കാരണം ആരാ? പെരേര. അപ്പൊ സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ വെച്ച് JP പറയുകയും ചെയ്തു. സന്തോഷമുണ്ട്. കാരണം 2022 ഒരു ഭാഗ്യം കിട്ടിയത് നമ്മുടെ നീലത്താനായിട്ടുണ്ടോ അനുരാഗവിലോചനായി അതിനേറെ മോഹിതനായി പരമേലെ നിൽക്കും തിളക്കം. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? അപ്പൊ അതില് നായികയുടെ പേരറിയോ? അർച്ചന കവി. അപ്പൊ അർച്ചന കവി മാഡത്തിനൊപ്പം ബെസ്റ്റ് ഓഫ് ലക്ക് കണ്ടപ്പോൾ തുടങ്ങി എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരുമിച്ച് ഒരു സ്ക്രീൻ പ്രൈസ് ഷെയർ ചെയ്യണമെന്ന്. കാരണം ബ്രൈറ്റൊക്കെ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ടായിരുന്നു, നീ ഒരു നടിയോട് അഭിനയിച്ചോന്നൊക്കെ ചോദിച്ചു. അപ്പൊ അതിനൊക്കെ ഒരു അടിയാണ് നമ്മുടെ റാണി രാജ എന്ന് പറഞ്ഞ സീരിയല്. റാണി രാജ സീരിയലിലെ മയൂൽ മനോരമയിലെ 7 എപ്പിസോഡിൽ ഞാൻ വന്നു. 2022 റിലീസായത്. അതിനോട് തുടങ്ങിയാണ് ഞാൻ സിനിമാ മേഖലയിലേക്ക് തുടങ്ങി കുറിച്ചത്. JP പറഞ്ഞല്ലോ, അവിടെ തിയേറ്ററിൽ വെച്ച് പറഞ്ഞല്ലോ, കണ്ടു, സന്തോഷമായി. JP ഷെയർ ചെയ്തെന്ന് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം സ്വപ്നരാജൻ സിനിമയിലേക്ക് നായകനാണ്. അറിയോ? കാരണം ഞാൻ ഇല്ലല്ല ചെറുതായിട്ടറിയാം. കാരണം 72 മോഡൽസ് എന്ന സിനിമ ഉണ്ടാകും JP സാറിന്റെ. അപ്പൊ ആ സിനിമ കണ്ടൊന്നും ആരാധന ഉണ്ടായിരുന്നു. ഓടിക്കാൻ അറിയില്ലെങ്കിൽ ഓട്ടോക്കാരനായി. കാരണം മറ്റേ നമ്മുടെ ഇതില് വേറെ ഓട്ടോറിക്ഷക്കാരൻ വൈറലായി ഞാൻ. കാരണം അത് പുള്ളി ട്രീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനിയും ഇതുപോലത്തെ കണ്ടന്റ് എല്ലാം വരട്ടെ. പറഞ്ഞിട്ടുണ്ട് JPയുടെ കൂടെ ഇനിയും വരട്ടെ. JPയുടെ കൂടെ സിനിമയിലും വരട്ടെ. സിനിമയിലും ചാൻസ് കിട്ടിയാൽ ചെയ്യാം. അനിയായിട്ട് കിട്ടട്ടെ. JP അഭിനന്ദിച്ചു. ഓൾ ദി ബെസ്റ്റ്. പെരേര. ഓക്കെ.